ഹോണ്ട എലിവേറ്റ് എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എലിവേറ്റിൻ്റെ 4 ഗുണങ്ങളും 3 ദോഷങ്ങളും ഞാൻ പറഞ്ഞു തരട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി എക്സ്പ്ലോർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഗുണങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനം വരുന്നൊരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ തന്നെയാണ്. 4 സിലിണ്ടർ എഞ്ചിനാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് 4 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ 121 PS പവറും 145 Nm ടോർക്കുമാണ് ഈ ഒരു കുഞ്ഞൻ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ക്യാബിൻ കംഫോർട്ടിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്കുള്ള ലെഗ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കംഫോർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സും കിട്ടുന്നുണ്ട്. ബൂട്ടിൻ്റെ ഏരിയ നോക്കാനാണെന്നുണ്ടെങ്കിൽ 458 ലിറ്റർ ബൂട്ട് സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് ഇത് നമുക്ക് വളരെ കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനം ആക്കുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് വരുന്ന ഇതൊരു ഡെയിലി യൂസേജിന് നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന 220 mm ആണ്. നമ്മുടെ റോഡിലൊക്കെ വളരെ കംഫോർട്ടബിൾ ആയിട്ട് തന്നെ കുണ്ടും കുഴിയൊക്കെ ഉണ്ടെങ്കിൽ ചാടി അവരങ്ങ് പൊക്കോളും. അതൊരു അഡ്വാൻറ്റേജ് അല്ലേ. നാലാമത്തെ ഫീച്ചർ വരുന്ന ഇതിൻ്റെ സേഫ്റ്റി സൈഡ് തന്നെയാണ്. 6 എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹോണ്ട സെൻസിങ് അഡാസ് ഫീച്ചറും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു, ദോഷങ്ങളൊന്നും അറിയണ്ടേ. ആദ്യത്തെ പോയിന്റ്, ഇതിന് 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ മാത്രം കിട്ടുന്നുള്ളൂ. അതായത് ഒരു ഒറ്റ എഞ്ചിൻ ഓപ്ഷനിൽ മാത്രം നമുക്ക് ഈ വാഹനം കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചേറെ പ്രീമിയം ഫീച്ചേഴ്സ് നമുക്ക് ഈ വാഹനത്തിൽ നഷ്ടപ്പെടുകയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സീറ്റ് വെന്റിലേഷൻ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് നമുക്കിവിടെ നഷ്ടപ്പെടുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ, ആംബിയൻ ലൈറ്റ്സ്, കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. ഇനി മൂന്നാമത്തെ കാര്യം വരുന്ന ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വരുന്ന CVT ആണ്. CVT ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ CVT ഡ്രൈവ് ചെയ്യാൻ കംഫോർട്ടബിൾ സിറ്റി ഡ്രൈവ്സിലാണ്. എന്നാൽ ഹൈവേസിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതായത് ഓവറായിട്ട് ആക്സിലറേറ്റ് ചെയ്യാൻ, നല്ലൊരു പവർ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം വരുന്ന സമയത്ത് കുറേ ഏറെ നേരം ഒരു RPM കയറി നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. അതൊരു നെഗറ്റീവ് സൈഡായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹോണ്ട എലിവേറ്റ് നല്ലൊരു വാഹനമാണോ അതോ മോശമാണോ? ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ കൊടുത്തേക്ക്.